ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കടക്കം യുകെയിലെ വിപണി തുറന്നു നൽകുന്നതാണ് ഇന്ത്യ-യുകെ സ്വതന്ത്ര വ്യാപാര കരാർ. സ്കോച്ച് വിസ്കി, വാഹനങ്ങൾ, ചോക്ലേറ്റുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങി യുകെ ഇറക്കുമതികൾക്ക് ഇന്ത്യയിൽ ഇനി വില കുറയും. ഉടമ്പടി യാഥാർത്ഥ്യമാകുന്നതോടെ യുകെ സമ്പദ് വ്യവസ്ഥയ്ക്കും കാര്യമായ നേട്ടം കൊയ്യാനാകും. ഇന്ത്യ-യുകെ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിലാകുന്നതോടെ ഇന്ത്യൻ വിപണിയിലേക്ക് യുകെയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന 90% ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാകും. സ്കോച്ച് വിസ്കി, ഇലക്ട്രിക് വാഹനങ്ങൾ, ചോക്ലേറ്റുകൾ, ബിസ്ക്കറ്റുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ശീതളപാനീയങ്ങൾ തുടങ്ങിയ യുകെ ഇറക്കുമതികൾക്ക് ഇന്ത്യയിൽ ഇനി വില കുറയും. കരാർ പ്രാബല്യത്തിൽ വന്നാൽ ബ്രിട്ടീഷ് കമ്പനികൾക്ക് ഇന്ത്യയിലേക്കുള്ള വിസ്കിയും മറ്റു ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നത് എളുപ്പമാകും. സ്കോച്ച് വിസ്കിയുടെ തീരുവ 150% നിന്ന് പകുതിയായി കുറയും. 10 വർഷത്തിൽ ഇത് 40% കുറയും. യുകെ ഇറക്കുമതിയുടെ ശരാശരി നികുതി 3% കുറയുന്നതോടെ പ്രീമിയം യുകെ ബ്രാൻഡുകൾ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സ്വീകാര്യമായ വിലയിലാകും. ജാഗ്വാർ, ലാൻഡ് റോവർ കാറുകളുടെ ഇറക്കുമതി തീരുവ 10% കുറയും. യൂറോപ്യൻ ഏവിയേഷൻ കമ്പനിയായ എയർബസിനും ബ്രിട്ടീഷ് ആഡംബര വാഹന നിർമ്മാതാക്കളായ റോൾസ് റോയ്സിനും കരാറിന്റെ നേരിട്ടുള്ള ഗുണം ലഭിക്കും. ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണത്തിന് 5 ബില്യൺ പൗണ്ടിന്റെ ഇടപാടുകളാണ് ഇരു കമ്പനികൾക്കും ലഭിക്കുക. എല്ലാ മേഖലയിലുമുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യുകെയിൽ സമഗ്രമായ വിപണി പ്രവേശനം ഉറപ്പാക്കാൻ വ്യാപാര കരാർ സഹായകമാകും. ഇന്ത്യയിലെ സമുദ്രോൽപ്പന്നങ്ങൾ, കാപ്പി, തേയില എന്നിവയ്ക്ക് തീരുവ ഒഴിവാകും. സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടി, ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ, ചെരുപ്പ് എന്നിവയ്ക്കും തീരുവ ചുമത്തില്ല. ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീനും തീരുവയില്ലാതെ യുകെയിൽ ഇറക്കുമതി ചെയ്യും. പാക്കറ്റിലാക്കിയ ഭക്ഷണത്തിന് 70% വരെ തീരുവ ഉണ്ടായിരുന്നതും ഒഴിവാക്കും. എന്നാൽ ക്ഷീരോൽപ്പന്നങ്ങൾ, ആപ്പിൾ തുടങ്ങിയവയ്ക്ക് ഇന്ത്യ തീരുവ ഇളവ് നൽകിയിട്ടില്ല. ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളുടെ ഇലക്ട്രിക്, ഹൈബ്രിഡ് കാറുകൾക്കും ബ്രിട്ടീഷ് വിപണി തുറന്നു കിട്ടും. ഇന്ത്യയിൽ നിന്നുള്ള സോഫ്റ്റ്വെയറുകൾക്ക് തീരുവ കുറച്ചത് IT മേഖലയ്ക്കും സഹായകമാകും. സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കുന്നതോടെ യുകെയിലെ ഇന്ത്യൻ തൊഴിലാളികൾക്ക് അടുത്ത 3 വർഷത്തേക്ക് സാമൂഹിക സുരക്ഷയ്ക്കായി സംഭാവന നൽകേണ്ടി വരില്ല. ഇതുവഴി ഇന്ത്യൻ കമ്പനികൾക്കും തൊഴിലാളികൾക്കും പ്രതിവർഷം 4000 കോടി രൂപ ലാഭിക്കാനാകും. കരാർ പ്രാബല്യത്തിലാകുന്നതോടെ ഉഭയകക്ഷി വ്യാപാരത്തിൽ പ്രതിവർഷം $3400 കോടി വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.